അഫി വീട്ടിലിരിക്കുന്ന ദിവസം എനിക്ക് ഒച്ചയിടാൻ മാത്രമാണ് കേട്ടോ സമയമുള്ളൂ. വെയിലത്തുനിന്ന് കയറില്ല. വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. ആ സൈക്കിൾ ഇപ്പോൾ കൊടുക്കാറില്ല കേട്ടോ, അന്ന് വീണേ പിന്നെ. എങ്കിലും കൂട്ടുകാരുടെ വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കും, ഓരോ കളിയും കളിച്ചോട്ട്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഡാൻസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ കുട്ടികളെ എത്രയെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക. ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും ചോറൂണൊക്കെ കുറവാണ്, എങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഉമ്മച്ചിയാണെങ്കിൽ അത് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഉമ്മച്ചി അഫിയും കൂടിയിട്ട് മഞ്ചക്കല്ലുവീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പൊക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു, കാരണം അത്ര സമയമെങ്കിലും വെയിലത്തുനിന്ന് കയറുമല്ലോ. പോയിട്ട് വന്നപ്പോഴേക്കും അവർ നോമ്പ് തുറക്കുള്ള കടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ തരിക്കഞ്ഞി വെച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കുറേ പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ നാട്ടിൽ സാധാ പാലും കൊണ്ട്, അതായത് പശുപാലും കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മളിവിടെ തേങ്ങാപ്പാലും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തരിക്കഞ്ഞി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ബെൻസിത്തായി വിളയിന് കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. ഇവന്മാർ രണ്ടുപേരും കൂടി സാറ്റ സീറ്റ് കളിക്കുന്നതാണ് കേട്ടോ. എന്ത് കളി കളിച്ചാലും ലാസ്റ്റ് ഒരു പിണക്കത്തിലാണ് അവസാനിക്കുക. പിന്നെ അതിന് വലിയ ആയുസില്ലാത്തതുകൊണ്ട് നമുക്ക് ഇടപെടേണ്ടി വരില്ല. പിന്നെ ഇത് അമ്മായി നമുക്ക് തണ്ണിമത്തങ്ങയൊക്കെ മുറിച്ചുകൊണ്ട് വന്നാട്ടോ.